നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സഖാക്കന്മാർക്കും സഖാത്തികൾക്കും പണം കായ്ക്കുന്ന മരമായി CPM എന്ന പ്രസ്ഥാനം മാറി. കണ്ണൂർ CPM ഒരു മാഫിയ സംഘമാണെന്ന് ആർക്കാണിപ്പോൾ അറിയാത്തത്? PP ദിവ്യമാർക്ക് ഇത് പർദീസയാണ്. ദിവ്യമാർ ഇനിയും പൊട്ടി മുളയ്ക്കട്ടെ എന്നാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അവളുമാരുമായി കൂത്താടി മതിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രസ്ഥാനത്തെ കൊന്നു കൊല വിളിക്കുന്നു. ആർക്കും ഒരു നഷ്ടവുമില്ല, നേട്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കൊണ്ടുപോയി തിന്നട്ടെ, ഈ പാർട്ടിയെ പിളർന്നും തിന്നട്ടെ, തിന്ന് മതിച്ച് കൊഴുക്കട്ടെ. കണ്ണൂർ CPMന് കരണം പുകയുന്ന അടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്കും പൊതുമധ്യത്തിലേക്കും കടക്കുന്നു. പിണറായി വിജയനും പിടിച്ചു നിർത്താനാകുന്നതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ വിമർശനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്യാപ്റ്റന്റെ കടക്കുപുറത്ത് അതുപോലെ തന്നെ അത്തരം വർത്തമാനങ്ങളൊന്നും വേണ്ട എന്നുള്ള ഭീഷണികളൊന്നും ഇപ്പോൾ വില പോകുന്നില്ല. കാരണം പിണറായി വിജയന് വലിയ റോളില്ലാതായി മാറിയിരിക്കുന്നു എന്ന് സാരം. CPM ജീർണതയുടെ പരകോടിയിലാണെന്ന് വിമർശിക്കുന്നവർ എല്ലാം ആ പാർട്ടി ഭൂമുഖത്ത് നിന്ന് സമ്പൂർണമായി അസ്തമിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ ആണെന്ന് പറയാനാകില്ല. അവരിലും ഒരു വലിയ വിഭാഗം എന്നെങ്കിലും പാർട്ടി ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നവരാണ്. പക്ഷേ ആ പാർട്ടിയിലെ വിഷജന്തുക്കളായി മാറിയവർ അധികാര പ്രമത്തതയിൽ ന്യായാധിപന്മാരെ ശുംഭൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ പാർട്ടി എന്താണ് നേടിയത്? കഴിഞ്ഞ 7-8 വർഷമായി തിരുത്തലുകൾ അസാധ്യമായ ഒരു പാർട്ടിയായി ഇതിനെ മാറ്റി പണിതതാണ് ഈ പാർട്ടി ഇത്രത്തോളം അധോഗതിയിലാകാൻ ഒരു കാരണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളിലെല്ലാം സഖാത്തികൾക്ക് നേരെയാണ് വലിയ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമും PP ദിവ്യമാരുമൊക്കെ പാർട്ടിയെ അവരുടെ ഉള്ളം കൈയിലാണ് എന്ന് അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ ജനങ്ങളെ കാൽച്ചുവട്ടിലാക്കി ഭരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എന്നാൽ അതൊന്നും ചെലവാകില്ല എന്ന് ഇപ്പോഴെങ്കിലും ഈ സഖാത്തികൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അത് നല്ലതായിരുന്നു. ഒരാളുണ്ട് അങ്ങ് കണ്ണൂരിൽ പാർട്ടിയുടെ ഗുണ്ട ലെവലിലേക്ക് മാറിയ പാർട്ടി സഖാത്തി. ആരെയും ഭയമില്ല, നിയമത്തെ പോലും ഭയമില്ല എന്നുള്ള പോക്കും വരവും ചെയ്തികളുമൊക്കെയാണ് ഇവർക്കുള്ളത്. ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ, PP ദിവ്യ. എന്നാൽ ആ PPക്ക് ഇനി അധികം ആയുസില്ല എന്നും CPMകാർ തന്നെ പറയുന്നു. CPMനെ ഈ ഗതിയിലേക്ക് തള്ളിവിട്ടത് പിണറായി വിജയനും ഇതുപോലെ മാഫിയ ബന്ധങ്ങളുള്ള ഒരു കൂട്ടം സഖാക്കളും സഖാത്തികളും ചേർന്നാണ്. ഇനി ഈ പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലാതെ ഈ ക്യാപ്റ്റന്റെയും കിങ്കരന്മാരുടെയും കൈകളിലല്ല. ഈ പാർട്ടിക്കും കാലപ്പഴക്കത്തിൽ അപജയങ്ങൾ സംഭവിക്കാമെന്നും അത് തെറ്റുകൾക്ക് അതീതമല്ലെന്നും പഠിപ്പിച്ചത് പാർട്ടി തന്നെയാണ്. പക്ഷേ അത് ഗൗരവത്തോടെ ചെവിക്കൊണ്ടില്ല. സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിയും ചിലർ മനുഷ്യർക്ക് ഉപയോഗിച്ചും പാർട്ടിയെ വരുതിയിലാക്കി. മക്കൾക്കും പാർശ്വവർത്തികൾക്കും പണം കായ്ക്കുന്ന മരമായി ഈ പാർട്ടിയെ മാറ്റിയെടുത്തു എന്ന് പച്ചയ്ക്ക് വിമർശിക്കുകയാണ് ശക്തിധരൻ കത്തിക്കയറുമ്പോൾ കണ്ണൂർ CPMന്റെ അടിവേരിളക്കുന്ന പ്രസ്താവനകളാണ് പുറത്തേക്ക് വരുന്നത്. അസാൻമാർഗികളായ PP ദിവ്യമാർക്ക് ഈ പാർട്ടി പറുദീസയായി മാറി എന്നാണ് ശക്തിധരൻ പറയുന്നത്. സത്യം തന്നെയല്ലേ? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ഈ CPMകാരുടെ പ്രഹസനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്? തീർന്നില്ല, ശക്തിധരൻ വീണ്ടും ചിലതൊക്കെ പറയുന്നുണ്ട്. ദിവ്യമാർ ഇനിയും പൊട്ടി മുളയ്ക്കട്ടെ എന്നാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. എത്രയെത്ര നിഷ്കളങ്കരായ രക്തസാക്ഷികളുടെ ചുടുചോരയിൽ കെട്ടിപ്പടുത്തതാണ് കണ്ണൂരിലെ പ്രസ്ഥാനം എന്ന് അവളുമാരുമായി കൂത്താടി മതിക്കാൻ ആഗ്രഹിക്കുന്നവർ ചിന്തിക്കുന്നതേയില്ല. AV കുഞ്ഞമ്പുവിനെ ഇന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരു നിമിഷമെങ്കിലും ഓർക്കാറുണ്ടോ? സ്വന്തം ജീവൻ ബലിയർപ്പിച്ച അഴീക്കോടൻ രാഘവനെ ഓർക്കുന്നുണ്ടോ? സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ കരുതലോടെ കണ്ണൂരിലെ കൃഷ്ണമണി പോലെ നീണ്ട നേതൃനിരയെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ഉയർത്തിയെടുത്ത AV കുഞ്ഞമ്പുവിനെ നിങ്ങൾ എങ്ങനെ മറന്നു? വഴിതെറ്റിപ്പായുന്ന ഒരു PP ദിവ്യയുടെ കാൽ ചുവട്ടിൽ എങ്ങനെയാണ് ഒരു ഗോവിന്ദനും ശ്യാമളയും ഒരു ശ്രീമതിയും ഈ മഹാപ്രസ്ഥാനത്തെ അടിയറ വെച്ചത്? നഞ്ചെന്തിന് നന്നാഴി എന്നൊരു ചൊല്ലുണ്ടല്ലോ. CPM അധികാരം കൈയാളുമ്പോൾ കോൺഗ്രസ് പതിവായി ഉന്നയിച്ചിരുന്ന ഏറ്റവും വലിയ ആരോപണം പാർട്ടിയുടെ സെൽ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നായിരുന്നു. ഇന്നാരും അങ്ങനെ ആരോപിക്കുമെന്ന് തോന്നുന്നില്ല. കേരളം അടപടലം മാറി. കേരളം ഇപ്പോൾ ശതകോടീശ്വരന്മാരുടെ നാടാണ്. പാർട്ടിയിൽ തന്നെ ഏറെയും ലക്ഷാധിപതികൾ.
കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കാണ് എവിടെയും. തലപ്പത്തിരിക്കുന്നവരുടെ ആസ്തികൾ അമ്പരപ്പിക്കുന്നതാണ്. നമുക്ക് വേണ്ട സാമൂഹ്യ മാറ്റം തന്നെയാണോ നാം കൈവരിക്കുന്നതെന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. ഏകാധിപത്യ പ്രവണതകൾ ഒളിച്ചു കടത്തുന്നവർ നുഴഞ്ഞു കയറി അതിൽ ഇടം പിടിച്ചപ്പോൾ അതിനെ ആരും ഗൗരവമായി കണ്ടില്ല. അവസാനം പാർട്ടി എന്നത് അത് മാത്രമായി അവശേഷിച്ചു. പിടിച്ചു നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അതുമായി സമരസപ്പെടുകയേ വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കേരള രാഷ്ട്രീയം അടപടലം മാറി. ഇപ്പോൾ പി ദിവ്യയുടെ രാഷ്ട്രീയം MV ഗോവിന്ദനും MV ജയരാജനും ചേർന്ന് കേരളമാകെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരെ സതുദ്ദേശപരമായ പോരാട്ടമാണ് ദിവ്യ നടത്തുന്നത് എന്ന് ആദ്യം തുറന്നടിച്ചത് ജയരാജനായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവ്യയെ ജയിലിലെത്തി വീരോചിതമായി സ്വീകരിച്ചത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും അടുത്ത PB അംഗത്തിന്റെ ഊഴം കാത്തു നിൽക്കുന്ന PK ശ്രീമതിയുമായിരുന്നു. ദിവ്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു പോയതിൽ ശ്രീമതിക്കുണ്ടായ മനോവേദന ടെലിവിഷനിൽ കണ്ടതാണ്. പാർട്ടിയുടെ സ്വത്താണ് ദിവ്യ എന്ന് പാർട്ടി നേതാക്കൾ ഒന്നടങ്കം വാഴ്ത്തുമ്പോൾ മുഖ്യമന്ത്രിയും അതിന്റെ ഭാഗമായി. ദിവ്യ ഇതിലും കഠിനമായ പ്രവൃത്തി ചെയ്താലും രക്ഷിക്കാൻ ഒപ്പമുണ്ട് എന്ന നിസ്സംശയം തെളിയിക്കുന്നതായിരുന്നു ഈ പാർട്ടിയുടെ പ്രതികരണങ്ങൾ. ഇതേതെങ്കിലും ഒരു പ്രദേശത്തെ പാർട്ടിയിലെ പ്രവണതയല്ല. ഇതാണ് പാർട്ടി, ഇങ്ങനെയാണ്. പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകളോടും ഇതുതന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. സമസ്ത അധികാരങ്ങളും ഒരു വ്യക്തിയിലോ ഒരു കുടുംബത്തിലോ കേന്ദ്രീകരിക്കുക. അവർ ഇന്ത്യയിലോ വിദേശത്തോ സ്വത്ത് കുന്നുകൂട്ടി വെക്കുക. സ്ത്രീകളെ അസാൻമാർഗിക ജീവിതത്തിലേക്ക് തള്ളിവിടുക. എത്രയെത്ര യുവതികളാണ് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്. ഭുവനപ്രസിദ്ധരായ ഒട്ടേറെ എഴുത്തുകാർ ഭൂമിയിൽ ഒരു പുതിയ ലോകം സോവിയറ്റ് യൂണിയനിൽ തൊഴിലാളി വർഗം പടുത്തുയർത്തിയിരിക്കുന്നത് കണ്ട് രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെയുള്ളവർ അത്ഭുത പരതന്ത്രനായി നിൽക്കുന്നത് നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. 1918 ജൂലൈ ലക്കം മോഡേൺ റിവ്യൂ മാസികയിൽ ടാഗോർ അവിടുത്തെ ജനങ്ങളെ പ്രശംസിച്ചെഴുതിയത് ഒന്ന് വായിച്ചു നോക്കൂ. ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ആ രാജ്യം ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. എന്നാലും മഹത്തായ ദർശനങ്ങളുടെ പതാക കയ്യിലേന്തിയുള്ള പരാജയം ഒരു മങ്ങൽ മാത്രമായിരിക്കും. പുതുയുഗത്തിന്റെ സൂര്യോദയത്തിനു മുമ്പുള്ള നക്ഷത്രത്തിന്റെ മങ്ങൽ. ഇതാണ് ടാഗോർ പ്രവചിച്ചത്. സത്യത്തിൽ മങ്ങലേ ഉള്ളോ സഖാക്കളെ? ആ ചോദ്യം എറിഞ്ഞിരിക്കുകയാണ് ശക്തിധരൻ. മങ്ങലല്ല, മൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടിയെ അന്ധത ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ ദിവ്യമാർ ഇത്ര ധിക്കാരികളായി വളരുമായിരുന്നില്ല. അതും ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലേക്കും. ഇനിയും എത്ര കൊലപാതകങ്ങൾ ഇവരെ അഴിച്ചുവിട്ടാൽ ഈ കേരളത്തിൽ സംഭവിക്കും? എത്രയോ നല്ല ഉദ്യോഗസ്ഥരുടെ ജീവൻ ഈ സ്ത്രീ എടുക്കും? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ദിവ്യയെ ഇപ്പോഴും സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ, അതായത് CPMന്റെ അപ്രമാദിത്വം കയ്യിലുള്ളവരാണ് ദിവ്യയ്ക്ക് വേണ്ടി വായിട്ടലയ്ക്കുന്നത്. അതിനെ എതിർക്കാൻ ഒരു പക്ഷം ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്കും അതിന് പൂർണ്ണമായും സാധിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.